വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന, ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന അർജന്റീനയുടെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. എൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് നമ്മുടെ ആദ്യ അരമണിക്കൂറിൽ ഉണ്ടാവുക. ഒപ്പം വളരെ പ്രധാനപ്പെട്ട പോർച്ചുഗൽ കൊളംബിയ മത്സരം സമനിലയിൽ അവസാനിച്ചു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ആവേശകരമായ മത്സരത്തിൽ കൊളംബിയയാണ് കൂടുതൽ സമയവും നന്നായി പെർഫോം ചെയ്യുകയും ഗോൾ പൊസിഷനുമായൊക്കെ ബന്ധപ്പെട്ട് വിലയിരുത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇറാനിൽ ആക്രമണം അമേരിക്ക തുടരുന്നു. 10ഓളം കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ മിസൈൽ വർഷമുണ്ടായി. തിരിച്ച് കുവൈറ്റിലും ബഹ്റൈനിലുമാണ് ഇറാന്റെ പ്രത്യാക്രമണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യും. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷാവസ്ഥ. ഇറാനെതിരെ അമേരിക്കയുടെ ആക്രമണം. 10 സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വർഷം. ബഹ്റൈനും കുവൈറ്റും ആക്രമിച്ച ഇറാൻ. അമേരിക്കൻ സൈന്യം ജോലി തീർക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ ബാക്കി കാണില്ലെന്ന് ട്രംപ്. ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1430 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ആയിരങ്ങളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലും വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഭൂചലനം. ലോകകപ്പിൽ പോർച്ചുഗൽ കൊളംബിയ മത്സരം ഗോൾ രഹിത സമനിലയിൽ. അവസരങ്ങൾ ഗോളാക്കാൻ കഴിയാത്ത കൊളംബിയ. അർജന്റീന ജോർദാൻ മത്സരം അല്പസമയത്തിനകം. ഘാനയെ തോൽപ്പിച്ച് ക്രൊയേഷ്യ നോക്കൌട്ടിൽ. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ കേരളത്തിൽ തീവ്ര മഴ സാധ്യത. തിരുവനന്തപുരം നഗരസഭയ്ക്ക് നാളെ നിർണായകം. അവിശ്വാസ പ്രമേയം നാളെ UDF അവതരിപ്പിക്കും. LDF പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ സാധ്യത. മദ്യനയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട്. VM സുധീരന്റെ അടക്കം എതിർപ്പുകൾ തള്ളി സതീശൻ. വീര്യം കുറഞ്ഞ മദ്യത്തിലുള്ള നികുതി നിർദ്ദേശം ധനബില്ലിൽ. FCRAക്കെതിരെ കത്തോലിക്ക സഭയുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന്. പള്ളികളിൽ പ്രാർത്ഥനാ യോഗം നടത്തും. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടയാനാണ് ശ്രമമെന്ന് സഭ. അപ്പോൾ ലോകമെമ്പാടും ഇപ്പോൾ ഫുട്ബോൾ അതിൻ്റെ ആഘോഷത്തിലാണ്, ആവേശത്തിലാണ്. നമുക്കും ആ ആഘോഷത്തിനൊപ്പം പങ്കുചേരാം. എൽദോ പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ഏതായാലും നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ്? അർജന്റീനയുടെ മത്സരത്തിന്റെ അല്ലേ? അർജന്റീന മത്സരം എന്ന് പറയുമ്പോൾ ഏത് ഫാൻ ഏതാ? ഞാൻ അർജന്റീനയാണ്. അപ്പൊ എന്തായാലും അർജന്റീനയുടെ മത്സരത്തിന്റെ ആവേശത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. രഞ്ജിത്ത്, ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു. നമ്മുടെ തത്സമയ വിവരങ്ങളുണ്ട്. ബിഗ് സ്ക്രീന് മുന്നിൽ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ റിപ്പോർട്ടർമാർ വിവരങ്ങൾ നൽകും. എന്തായാലും ലയണൽ മെസ്സി ഇല്ല, നിക്കോ പാസ് എന്ന യുവതാരം. ലയണൽ മെസ്സി ഇല്ല, നിക്കോ പാസ് ആണ് ലയണൽ മെസ്സിക്ക് പകരക്കാരനായി എത്തുന്നത്. മെസ്സിയെ കാണാൻ കാത്തിരിക്കുന്ന ആളുകളാണ്. ഇല്ല, മെസ്സി എത്തും 2ാം പകുതിയിൽ എന്നാണ് സ്കലോണി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നമുക്ക് വരാം ലോകകപ്പ് ആവേശത്തിലേക്ക്, ഫുട്ബോളത്തിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോളിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി അർജന്റീന ടീം ഇറങ്ങാൻ പോവുകയാണ് ഇന്ന്. ജോർദനാണ് എതിരാളികൾ. ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാരായിട്ടുള്ള ജോർദൻ ഇതുവരെ ഒരു മത്സരം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കും അവരുടെ പോരായ്മ. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ച് ജയത്തോടുകൂടി തന്നെ നോക്കൌട്ടിലേക്ക് 3 ജയവുമായി മുന്നേറാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ലയണൽ സ്കലോണി എന്ന വളരെ തന്ത്രജ്ഞനായിട്ടുള്ള പരിശീലകൻ അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളെന്ന ലയണൽ മെസ്സിയെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തുന്നില്ല. ലയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് നിരയിലാണ് ഇന്ന് ഇടം പിടിക്കുന്നത്. നിക്കോ
നിക്കോ പാസ് എന്ന യുവതാരം. ഒരുപക്ഷെ മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയുടെ ആ 10-ാം നമ്പർ ജേഴ്സി ആർക്കായിരിക്കും എന്നുള്ള ചോദ്യത്തിന് പലരുടെയും ഉത്തരം നിക്കോ പാസ് ആണ്. നിക്കോ പാസിനാണ് ഇന്ന് ആദ്യ 11-ൽ അവസരം നൽകുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിക്കോ പാസ് പകരക്കാരനായി എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിക്കോ പാസിന്റെ ഒരു ഗോളടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. ലയണൽ മെസ്സി എത്തുമെന്നും കരുതാം. കാരണം സ്കാലോണി പറഞ്ഞത് അത് തന്നെയാണ്. മെസ്സി രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്താനുള്ള സാധ്യതയെപ്പറ്റി സ്കാലോണി സൂചിപ്പിച്ചിരുന്നു. എന്താണെങ്കിലും മെസ്സിക്ക് ആദ്യ 11-ൽ അവസരം നൽകിയിട്ടില്ല. വിശ്രമമാണ്, അവസരം നൽകാത്തതല്ല. ഇനി മറ്റൊരു മത്സര ഫലത്തിലേക്ക് കൂടി പോവുകയാണ്. പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ പൂട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘത്തെക്കാൾ മത്സരത്തിൽ ഗംഭീരമായി നിന്നത് കൊളംബിയാണ്. ഗോൾ അവസരങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചു, പക്ഷേ ഗോളിലേക്ക് എത്താൻ കഴിയില്ല. അവസാനം ഒരു ഗോൾ വന്നു, 1 ഇഞ്ച് വ്യത്യാസത്തിൽ അത് ഓഫ്സൈഡായി പോയത് ദൗർഭാഗ്യമാണ് കൊളംബിയക്ക്. എന്താണെങ്കിലും രണ്ടു ടീമും നോക്കൌട്ടിൽ എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കൊളംബിയയും തൊട്ടു പിന്നിലായി പോർച്ചുഗലും. നമുക്ക് ഇതിലേക്കൊക്കെ വിശദമായി എത്താം. നമുക്ക് അതിനു മുമ്പ് ഈ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലയണൽ മെസ്സി ഇല്ലാത്ത അർജന്റീനയുടെ പെർഫോമൻസ് എന്തായിരിക്കുമെന്നൊക്കെ അതൊരു കൗതുകമുള്ള കാര്യമാണല്ലോ. അത് സമീപകാല അർജന്റീന ഫുട്ബോളിൽ അത് പുതുമയല്ല എങ്കിൽ പോലും മെസ്സി ഇല്ലാതെ ഈ ലോകകപ്പിൽ കളിക്കുന്ന അർജന്റീന എങ്ങനെയാണ് അവരുടെ ഊർജ്ജം സംഭരിക്കുക? കാരണം മെസ്സിയാണ് ആ ഊർജ്ജ സ്രോതസ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, അപ്പം തിരുവനന്തപുരത്ത് നിതിൻ, രണ്ടുപേരും ഈ ആരാധകരുടെ ആവേശവുമായി പങ്കുചേരും. ആദ്യം ഞാൻ കൊച്ചിയിൽ ഡാനിയിലേക്ക് പോവാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ അർജന്റീനയുടെ പോരാട്ടം അത് എപ്പോഴും വലിയ ആവേശം തീർക്കും. അത് കൊച്ചിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ ആ ആവേശം ഉണ്ടാകും. ലയണൽ മെസ്സി ആദ്യ 11 ഇല്ല എന്നുള്ളതൊക്കെ ആരാധകർക്ക് പരിഭവമുണ്ടോ, നിരാശയുണ്ടോ? മെസ്സി എന്നത് തന്നെയാണ് അർജന്റീന എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കൂട്ടി വായിക്കുന്നത് മെസ്സിയുമായി ചേർന്ന് തന്നെയാണ്. മെസ്സിയുടെ ആ ആവേശം, മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആവേശം തന്നെയാണ് പൊതുവിൽ ആരാധകർ അത് ഏറ്റുവാങ്ങുന്നത്. നമ്മളുള്ളത് കറുകപ്പള്ളിയിലെ DRK അരീന എന്ന് പറയുന്ന വളരെ വിശാലമായി സജ്ജീകരിച്ചിട്ടുള്ള ഈ സ്ഥലത്താണ്. ഇവിടെ ഒരുപക്ഷെ ഈ അറിഞ്ഞ് വരുന്നതേയുള്ളൂ മെസ്സി ഇന്ന് കളിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നുണ്ട്. നിരവധി പേര് ഇവിടേക്ക് രാവിലെ തന്നെ കളി കാണാനും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ്, ഭയങ്കര ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനില, അത് പോർച്ചുഗലിനെ സംബന്ധിച്ചുള്ള വളരെ നിരാശകരമായ ഒരു കാര്യമാണ്. ഇന്ന് മെസ്സി 60ാമത്തെ മിനിറ്റിൽ ഇറങ്ങുന്ന പറയണത്. പക്ഷെ 5 മിനിറ്റ് കിട്ടിയോ മെസ്സിക്ക് സ്കോർ ചെയ്യാനാണെങ്കിൽ സ്കോർ ചെയ്യും. കാരണം 100 വയസ്സുള്ള മുത്തശ്ശി വിവാഹത്തിന് ആഗ്രഹിച്ച് പ്ലേ കാർഡ്, 6 മാസമുള്ള കുഞ്ഞ് മെസ്സി ആഗ്രഹിച്ച് പ്ലേ കാർഡ് കാണുന്നു അല്ലേ? എത്രയോ പ്രഗത്ഭര് കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയി. പക്ഷേ ഇന്നും നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന റൊണാൾഡോ, മെസ്സി, അങ്ങനെ 2-3 താരങ്ങളെ മാത്രമേ നമ്മൾ നിൽക്കുന്നുള്ളൂ. അതായത് 6 വർഷം 24 വർഷമായി ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കണം മെസ്സി. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് മെസ്സി തന്നെ കപ്പ് ഉയർത്തണം എന്ന് തന്നെ ആഗ്രഹം, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഈ ദിവസങ്ങളൊക്കെ? ഇവിടെ വലിയ തിരക്കാണ്, കളിയാണ്. രാവിലെ 5 മണിയുടെ കളിയാണെന്നുണ്ടെങ്കിൽ 3:30 മണിക്ക് തന്നെ ഫില്ലായി നമുക്ക് ഇവിടെ ആള് വന്നിട്ട്. പിന്നെ രാവിലെ നല്ല മഴയാണ്, നല്ല ആളുണ്ടായി. ഇനിയിപ്പോ കളി 7:00 അടുത്ത കളി. ഇപ്പൊ തന്നെ ഓൾറെഡി കസേരയൊക്കെ ഫില്ലായി, നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന മത്സരത്തിന് ആള് കൂടുതലാണ്. അർജന്റീനക്കും പോർച്ചുഗലിനും നല്ല ക്രൗഡ് പുള്ളിങ് കളിയാണ് വരുന്നത്. കൂടുതൽ ഈ 2 മത്സരങ്ങൾ കാണാനായിട്ട് ഒരുപാട് കാണികൾ സ്ഥിരം വരുന്നതാണ്. മെസ്സി കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. മെസ്സി തോക്കും. ആണോ? മെസ്സി തോക്കുമോ? പോർച്ചുഗലിന്റെ ആളാ. പോർച്ചുഗല് കഴിഞ്ഞ കളി കണ്ടോ? സമനിലയായിരുന്നു കഴിഞ്ഞ കളി. സമനിലയായി പോയി. റൊണാൾഡോക്ക് മോശം. പോർച്ചുഗൽ ഗോൾ അടിച്ചില്ല, കൊളംബിയാണ് നന്നായി കളിച്ചതെന്നും. എന്തായാലും അതെല്ലാം ആ കുട്ടികളത് കാണുന്നു, അറിയുന്നു എന്നൊക്കെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ മറ്റൊരു അതിലേക്ക് പോകാം. ഇതാ ടിനി ടോം വരുന്നു. ടിനി ടോമിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. ടിനി അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ എന്നത് തന്നെയാണ്. അത് സ്വാഭാവികമായിരിക്കും, സന്തോഷമുണ്ട്. നമ്മളെല്ലാം അർജന്റീനയുടെ കളി ആയതുകൊണ്ട് ഞാൻ എത്തിയതാണ്. അതെ, അർജന്റീന ആൾക്കാരാ. അർജന്റീന മെസ്സി കളിക്കണല്ലേ? ടിക്കറ്റ് നഷ്ടമായി പോയില്ല. മെസ്സി കളിക്കുന്നില്ല. ഒരുപക്ഷെ അവസാന നിമിഷം ഇറങ്ങിയേക്കും. റിസർവിലാണെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, അർജന്റീന ജേഴ്സി ഉണ്ടാവും നമുക്ക് അല്ലേ? അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ
മെസ്സി 5 ഗോൾ അടിച്ച് അതിൽ മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം ഹാട്രിക്, രണ്ടാമത്തെ മത്സരത്തിന് ഹാട്രിക് ജസ്റ്റ് മിസ്. ഒരു 39 വയസ്സാകുമ്പോഴും ഇതേപോലെ അതിൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഓൾ ടൈം ഹീറോസ് ആണ്, വൺസ് ഇൻ എ ലൈഫ് ടൈം ഉള്ള ആൾക്കാരാണ്. അതല്ല കുർബാന പോലും മാറ്റി വെച്ചിട്ട് ഞാൻ ഞായറാഴ്ച വന്നേക്കണത്. വീട്ടിൽ പറഞ്ഞോ കുർബാന? അല്ലല്ല, പോകും, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകും. പക്ഷെ ഈ കളി കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞെനിക്ക് സഭയെന്ന് പുറത്താക്കും, എനിക്ക് കളിയാന്ന് വലുത്. അല്ല, എല്ലായിടത്തും ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഷോ അല്ലേ, അപ്പൊ ആ ഷോന് നമ്മളും സാക്ഷ്യം വഹിക്കുക എന്നുള്ളൊരു ഭാഗ്യമാണ്. ഇവിടുത്തെ കാർണിവലിനൊക്കെ കണ്ടിരുന്നു വളരെ ആവേശത്തോടെ. അതുകൊണ്ട് മത്സരം ഫുട്ബോൾ ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ വരുന്നുണ്ടോ, കാണുന്നുണ്ടോ കളി? എങ്ങനെ മനസ്സിലായില്ല? ഈ കാർണിവലിലെ തുടങ്ങിയ സമയത്ത് അല്ല, ഞാൻ ഇവിടെ സ്ഥിര സാന്നിധ്യമാണ്. നല്ല നമ്മുടെ അർജന്റീന ഇറങ്ങിയ കൈ ഒടിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ബ്രസീൽ ഫാനാണ്. ഞാൻ ബ്രസീൽ ഫാനാണ്. ഇവർക്ക് ഇപ്പൊ മെസ്സി 2 ഗോൾ അടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കളി കണ്ടറിയാം എന്താണെന്നുള്ളത്. ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞത്, പക്ഷെ അവിടെ ഇരുന്നാ പോരെ, സൂര്യൻ അങ്ങനെ കത്തി നിന്നാ പോരെ, ആ സൂര്യൻ അങ്ങ് ഇറക്കാറില്ല, സൂര്യൻ അവിടെ ഇരുന്നോട്ടെ. അത് ഫ്രാൻസിന് വേണ്ടി ടാക്ടിക്സ് മാത്രം മതി നമുക്ക് ഈ കളി ജയിക്കാനായിട്ട്. മെസ്സി ബെഞ്ചിലിരുന്ന് ആ ടാക്ടിക് മെനയുന്നുണ്ട് അതിനുള്ളത്. പിന്നെ മെസ്സി ബെഞ്ചിൽ നിന്നുള്ള ഉറപ്പ് തന്നെ ധാരാളമാണ് ഈ കളി ജയിക്കാനായിട്ട്. നമുക്ക് ഇവർ ഇതുവരെ നല്ല കളി കളിച്ചിട്ടില്ല, അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങളെന്ന് നിക്കോപാസിനെ ഇറക്കുന്നു. നിക്കോപാസിന്റെ കളിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഭാവിയിലൊരു മെസ്സിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിക്കോപാസിന്റെ കളി കാണാൻ കൂടിയാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും വലിയ ആവേശത്തോടുകൂടി ഇത് ആവേശം കൂട്ടാൻ ക്ലിനിറ്റോ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും മെസ്സി ഇറങ്ങുന്നില്ല എന്നത് ആവേശത്തെ ബാധിക്കുന്നില്ല. മെസ്സി സൈഡ് ബെഞ്ചിലായാലും മതി, ടീം അങ്ങ് കയറിക്കോളുമെന്ന ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ഇതിനകത്തും ആരാധകർ വളരെ കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. എൽദോ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ആ ഇടത്ത് ഇവിടെ വന്നിരിക്കുന്ന കുട്ടി ആരാധകരടക്കം ഇവിടെ നമുക്ക് കാണാം. ഡാനി ഇന്നലെ മുന്നിലേക്ക് ആരാധകരുടെ പ്രതികരണം ചോദിക്കാൻ ഞാൻ ഒരു അപ്ഡേഷൻ നൽകട്ടെ. ഈ കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ കളിച്ച മത്സരത്തിൽ ആദ്യ ഇലയിലുണ്ടായിരുന്ന 11 പേരിൽ ആകെ 2 പേർ മാത്രമാണ് ഇന്ന് അർജന്റീന നിരയിലുള്ളത്. അതായത് ഒന്ന് ഗോൾ കീപ്പറാണ് ലോതാരോ മാർട്ടിനസ്, മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ക്ഷമിക്കണം എമിലിയാനോ മാർട്ടിനസ്, മറ്റൊന്ന് ഫോർവേഡ് ലോതാരോ മാർട്ടിനസ്. 2 മാർട്ടിനസ്മാർ, എമിലിയാനോ മാർട്ടിനസും ലോതാരോ മാർട്ടിനസും മാത്രമാണ് അർജന്റീനയുടെ കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ 11-ലെ സെയിം ആളുകളുള്ളത്. അതായത് 9 പേരെയും ലയണൽ സ്കലോണി മാറ്റി. 9 പേരെ, ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള 9 പേരെ മാറ്റി പരീക്ഷിക്കുകയാണ് സ്കലോണി. വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഈ സ്ക്വാഡിലുള്ള എല്ലാവരും ലോകകപ്പ് കളിക്കാൻ യോഗ്യരാണ്, അപ്പോൾ അവർക്ക് അവസരം നൽകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അവരത് അർഹിക്കുന്നു എന്നുള്ളതാണ്. അർഹിക്കുന്ന ഒരു അവസരം അവർക്ക് നൽകുന്നു. 11 പേരിൽ 9 പേരും ആദ്യ 11-ൽ ഇന്ന് ഇത്തവണ മാറ്റമായി എത്തുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച മത്സരത്തിൽ നിന്ന് 9 മാറ്റങ്ങൾ ആദ്യ 11-ൽ കൊണ്ടുവരുന്നു ലയണൽ സ്കലോണി. നിക്കോപാസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നിക്കോപാസ് തന്നെ മെസ്സിക്ക് പകരക്കാരനാകും എന്ന് കരുതാം. പക്ഷെ ഒരുപക്ഷെ ഫോർമേഷനിൽ 4-4-2 എന്നുള്ള ഫോർമേഷനിലേക്കായിരിക്കും അർജന്റീന ഇന്ന് ജോർദാനെതിരെ കളിക്കുക. പ്രത്യേകിച്ചും ജോർദാൻ അല്പം കൂടി ഡിഫൻസിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുമെന്നും സ്കലോണി വ്യക്തമാക്കിയിരുന്നു. വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ എതിരാളികളുടെ ഡിഫൻസീവ് തന്ത്രമൊക്കെ അത് നടപ്പാകുമെന്ന് കരുതാം, കാത്തിരിക്കാം. എന്താണ് അർജന്റീന അല്പസമയത്തിനകം കളിക്കാനിറങ്ങും. ലയണൽ മെസ്സി ഇല്ല എന്നുള്ളത് ആവേശം ചോർത്തുന്നില്ല. മെസ്സി പകരക്കാരുടെ നിരയിലാണ് ഉറപ്പായിട്ടും. പക്ഷേ എൻസോ ഫെർണാണ്ടസ് പകരക്കാരുടെ നിരയിലാണ്. റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഫക്കുന്തോ മെദീന, അങ്ങനെ മത്സരങ്ങളിൽ റോഡ്രിഗോ ഡിപ്പോൾ ഇവരൊക്കെ ടീമിലെ ആദ്യ 11-ൽ നിന്ന് മാറി വിശ്രമം അനുവദിക്കുകയാണ്. മുഴുവൻ ഓടിക്കളിച്ച് ക്ഷീണിക്കേണ്ട, ലോകകപ്പ് ഇനി മുന്നോട്ടുണ്ട് എന്നുള്ളതാണ് സ്കലോണിയുടെ തന്ത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നോർവേ എർലിംഗ് ഹാലൻഡിനെ പുറത്തിരുത്തിയതും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം നോക്കൌട്ട് ഉറപ്പിച്ചു, ഇനി എന്തിന് റിസ്ക് എടുക്കണം എന്നുള്ള ചിന്ത സ്വാഭാവികമാണ്. നിതിൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. നിതിൻ, ഈ കൊച്ചിയിൽ ഒരുപാട് ഫുട്ബോൾ ആരാധകർ അവിടെ ബിഗ് സ്ക്രീനിൽ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? മെസ്സി ഇല്ല എന്നുള്ളതൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ അർജന്റീന ഫാൻസിന്?
നിതിൻ പറഞ്ഞോ. എൽദോ, ഞാനിപ്പോൾ ഉള്ളത് വഞ്ചിയൂരാണ്. വഞ്ചിയൂര് കോടതിക്ക് സമീപമുള്ള ബിഗ് സ്ക്രീൻ അടുത്താണ്. ഇവിടെ ഒരുപാട് ആരാധകർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മഴയാണെന്ന് പോലും വകവയ്ക്കാതെ തന്നെ രാവിലെ തന്നെ അർജന്റീനയുടെ മത്സരം കാണുവാൻ വേണ്ടി ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഒരുപാട് തോരണങ്ങളും ഫ്ലെക്സുകളും അർജന്റീനയുടെ ഒരുപാട് ആരാധകരാണ് ഇവിടെ രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് മെസ്സി കളിക്കുന്നില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെയാണ് ആദ്യമേ കിട്ടിയത്. സ്കലോണി ആദ്യമേ പറഞ്ഞിരുന്നു മെസ്സി ഇന്ന് വിശ്രമത്തിന് ഇരുത്തും. നോക്കൌട്ട് മത്സരത്തിന് മുമ്പുള്ള ലാസ്റ്റ് മത്സരമാണ്, റൗണ്ട് ഓഫ് 32 മുമ്പുള്ള അവസാന മത്സരമാണെന്ന്. നമുക്ക് ആരാധകരോട് ചോദിച്ചറിയാം. ഇന്നത്തെ മത്സരം വലിയ പ്രതീക്ഷയിലാണ്. അടിപൊളിയായിരിക്കും ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ജോർദാനല്ലേ, മെസ്സി ഇന്ന് കളിക്കുന്നില്ല. മെസ്സി ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇന്ന് ഒരു സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് ഒരു ഹാട്രിക് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്ര പ്രതീക്ഷയൊന്നുമില്ല, കളിച്ചാൽ സന്തോഷം. മെസ്സിക്ക് പകരക്കാരനായി എത്തുന്ന ആള് നല്ലൊരു പ്ലെയറാണ് നിക്കോ പാസ്. പ്രതീക്ഷയുണ്ട്, എന്നാലും ഓവർ എക്സ്പെക്ടേഷൻ വെക്കാനുള്ള നല്ലതായിരുന്നു. പോർച്ചുഗലിന്റെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? പോർച്ചുഗലിന്റെ കൊളംബിയ തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അറ്റാക്ക് തുടങ്ങിയതിനു ശേഷം കുഴപ്പമില്ല, ആവേശത്തിലാണ്. എന്തായാലും ഇത്തവണ കപ്പ് ഉറപ്പിച്ചാണ്. ഡിഫെൻഡിംഗ് ആണ്. അതെ, എന്തായാലും കപ്പ് ഉറപ്പിച്ച് തന്നെയാണ് അർജന്റീന ഫാൻസ്. അല്ല, നമുക്ക് മറ്റൊരു ആരാധകനോട് ചോദിക്കാം. ഹായ് ബ്രോ, അർജന്റീന ഫാനാണ്? എന്താ ഇന്ന് മെസ്സി ആദ്യത്തെ ലെവലിൽ കളിക്കുന്നില്ല? സെക്കൻഡ് ഹാഫ് മാത്രമേ കളിക്കണുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്കൂടെ ചാൻസ് കിട്ടണ്ടേ, എല്ലാവരും കളിക്കണമല്ലോ. ഇനി അങ്ങോട്ട് അർജന്റീനയ്ക്കുള്ള എല്ലാ മത്സരങ്ങളും എളുപ്പമുള്ളതെന്നാണ് ബാക്കി ടീമുകളുടെ ആരാധകർ പറയുന്നത്. അത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായോണ്ടല്ലേ എളുപ്പമാണ്, ബാക്കിയുള്ളവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാത്തോണ്ടല്ലേ പറ്റുള്ളൂ. അല്ല, ബാക്കി ടീമുകളും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നുണ്ട്. റൗണ്ട് ഓഫ് 30 തന്നെ കാബോ വെർഡെ എന്ന് പറയുന്ന ഒരു ചെറിയ ടീമിനെയാണ് നേരിടേണ്ടി വരുന്നതെന്നാണ് ബാക്കി ആരാധകരെ പറയുന്നത്, ബ്രസീൽ, പോർച്ചുഗൽ ആരാധകർക്ക്. അത് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായോണ്ടാണല്ലോ കളിക്കണവര് കളിക്കുക, അല്ലാത്തവര് വാട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഉറക്കമൊക്കെ ഒഴിഞ്ഞാണോ? രാവിലെ പോർച്ചുഗൽ കളി കാണാനുണ്ടായിരുന്നു. രാവിലെ പോർച്ചുഗലിന്റെ കളിയുണ്ട്, 5 മണിക്കുള്ള മത്സരം തൊട്ട് ഇവിടെ ഉണ്ട്. എന്തായാലും ഇന്ന് വിജയം ഉറപ്പാണ്. റൗണ്ട് ഓഫ് 30 ഈസി ആയിട്ട് കടന്നു പോകും. അടുത്ത മത്സരവും എളുപ്പത്തിൽ ജയിച്ചു പോകും. എന്തായാലും ഒരു ഈസി വിജയം തന്നെയാണ് അർജന്റീനയ്ക്ക് ഇന്നെന്നാണ് പറയുന്നത്. നമുക്ക് മറ്റൊരു ആരാധകനോട് ചോദിക്കാം. അർജന്റീന ഫാനാണ്. എങ്ങനെയാണ് മത്സരം? എങ്ങനെയാണ്? ആദ്യ ലെവലിൽ മെസ്സി കളിക്കുന്നില്ല, എന്താണ് പ്രതീക്ഷ? എന്താണ് സെക്കൻഡ് ഹാഫിൽ ഇന്ന് അവസാന മത്സരം, ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം അർജന്റീന എന്നാണ് പറയുന്നത്. എന്തായാലും അർജന്റീന ജയിക്കും. മെൽദോ, ഇതാണ് ഇവിടത്തെ വിശേഷം. ഒരുപാട് ആരാധകർ തന്നെയാണ് രാവിലെ തന്നെ ഉറക്കമെല്ലാം കളഞ്ഞ് അവർ ഇവിടെ ഈ ബിഗ് സ്ക്രീനിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വാശിയേറിയ ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ്. ശരി, ഇതിന് കാണിക്കുന്ന പോലെ ദൃശ്യങ്ങളിൽ കാണാം, നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ റെയിൻകോട്ടൊക്കെ അണിഞ്ഞിട്ടാണെങ്കിൽ പോലും ആരാധകർ ആ ബിഗ് സ്ക്രീന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ പോർച്ചുഗലിന്റെ മത്സരം ഉൾപ്പെടെ കാണാനെത്തിയ ഒരുപാട് ആരാധകരുണ്ട്. ഇത് വഞ്ചൂർ കോടതിക്ക് സമീപത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ മനോഹരമായിട്ടിരുന്ന ഫുട്ബോൾ കാണാൻ പറ്റുന്ന ഒരു സമയമാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച്. അർജന്റീന ആരാധകർക്ക് 7:30 മത്സരത്തിൽ കിക്ക് ഓഫ് ആകും. അപ്പോൾ നിതിൻ സൂചിപ്പിച്ചു, ആ ആരാധകർ സൂചിപ്പിച്ചു, നിക്കോ പാസിൽ പ്രതീക്ഷയുണ്ട്. നിക്കോ പാസ് എന്ന ഇടങ്കാലൻ ലെഫ്റ്റ് ഫൂട്ടറാണ് അദ്ദേഹം. ലയണൽ മെസ്സിയെ പോലെ പ്രിഫേർഡ് ഫൂട്ട് അത് ലെഫ്റ്റ് ആണ്. പല സാമ്യങ്ങളുമുണ്ട് ഈ നിക്കോ പാസും ലയണൽ മെസ്സിയും തമ്മിൽ. പക്ഷേ നിക്കോ പാസിന് കാര്യമായിട്ടുള്ള അവസരം നൽകി തുടങ്ങുന്നേ ഉള്ളൂ. 2006 ലയണൽ മെസ്സി എങ്ങനെ അർജന്റീന ടീമിനൊപ്പം ലോകകപ്പിൽ കളിച്ചു, അതുപോലെയാണ് ഇത്തവണ ഒരു മത്സരത്തിൽ 10 മിനിറ്റ് അവസരം കിട്ടിയതാ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ കിട്ടുന്നു. അങ്ങനെ മെല്ലെ അർജന്റീന ടീമിന്റെ ഒരു സ്ഥിര സാന്നിധ്യമായി മാറാൻ സാധ്യതയുള്ള 21 വയസ്സുകാരനാണ് നിക്കോ പാസ്. 185 അടി ഉയരമുള്ള സുന്ദരൻ മിഡ്ഫീൽഡർ. അപ്പോൾ നിക്കോ പാസിന്റെ പ്രകടനം അത് കൗതുകത്തോടെ നോക്കണം. ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ്, ഡാനി പോളിലേക്ക്. ഡാനി, അപ്പോൾ അവിടെ മത്സരം തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ മെസ്സി ആദ്യ ലെവലിൽ കളിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തും എന്നുകൂടി കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാം, എല്ലാവരും സൂചിപ്പിച്ച പോലെ മെസ്സി ഇറങ്ങും. മെസ്സി എന്നുള്ളതാണല്ലോ ഒരു എക്സ് ഫാക്ടർ അർജന്റീന ആരാധകരെ സംബന്ധിച്ച്. മെസ്സി
ഇനി ലോകകപ്പ് അവസാനിപ്പിച്ചാലും രാജ്യാന്തര കരിയർ അവസാനിപ്പിച്ചാലും മെസ്സിക്ക് പകരക്കാരൻ ആരായിരിക്കും എന്നുള്ളതൊക്കെ ചർച്ചയാകുമ്പോൾ ഉയർന്നു വരുന്ന പ്രധാന പേരുകളൊന്നാണ് നിക്കോ പാസ്. അപ്പോൾ ഈ നിക്കോ പാസിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആവേശം കൊള്ളുന്ന ആരാധകരൊക്കെ ഉണ്ടോ അവിടെ? എന്തായാലും നമുക്ക് അർജന്റീന പേര് മെസ്സി എന്ന് തന്നെയാണ്. എന്തായാലും അർജന്റീന ടീം പ്രവേശിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് കയറാനായിട്ട് കാത്തിരിക്കുമ്പോഴെല്ലാം തന്നെ കാണുന്നത് അതിൽ ആ ടീമിനെ കാണുമ്പോൾ തന്നെ ആവേശത്തോടെ നിൽക്കുന്ന കളികളൊക്കെ തന്നെയാണ്. കാരണം അവർക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് തന്നെയാണ്. വിജയം തന്നെ അതല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്തുണ്ട് ഇന്ന് 3 വിജയമായി കയറും തന്നെയാണോ? ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് വലിയ അഹംഭാവമൊന്നുമില്ല. നമ്മുടെ മെസ്സി തന്നെ അടിക്കുന്നത് എല്ലാവർക്കും കാണാം. അപ്പൊ കണ്ടു ഞങ്ങൾ അഹംഭാവം ഒന്നും പറയുന്നില്ല. കാരണം അഹംഭാവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കപ്പ് എന്തായാലും ഈ വേൾഡ് കപ്പിലെ കപ്പ് വീണ്ടും അർജന്റീന കൊണ്ടുപോകുന്നാണ് ഞങ്ങൾ പറയുന്നത്. വേണ്ട, മെസ്സി കളിക്കണ്ട. മെസ്സിക്ക് പകരം വേറെ ആൾക്കാരുണ്ടല്ലോ, അവരടിച്ചോളൂ. നിങ്ങൾ കണ്ടോ മെസ്സി എന്തിനാ? മെസ്സിക്ക് വേണ്ടി മെസ്സി കളി പഠിപ്പിച്ച പിള്ളേർ അവിടെ ഉണ്ട്. മെസ്സിയെ കാണിക്കുമ്പോൾ തന്നെ ഇളകി മറിയുന്ന ആരാധകരുടെ പുരുഷാരം തന്നെയാണ് കാണുന്നത്. അത്രമേൽ ആവേശത്തോടെ കേരളം ഏറ്റുവാങ്ങിയ ഇങ്ങനെ ഒരു ടീമുണ്ടോ എന്ന് പോലും സംശയമാണ്. എങ്ങനെയുണ്ട് ഇന്ന് കളിയുണ്ടാവും? ഒന്നും പറയാനില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള കപ്പാണ്. ഇത് ഞങ്ങൾ ഒരു തവണയും കൂടി തൂക്കൂത്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പുള്ള കളികളിൽ അർജന്റീനയുടെ കളിയുള്ളന്ന് തൊട്ടിപ്പുറത്തിരുന്ന ബ്രസീൽ ആരാധകൻ പറഞ്ഞു എല്ലാം മെസ്സിക്ക്, ഫ്രീ കിക്ക് മെസ്സിക്ക്, പെനാൾട്ടി മെസ്സിക്ക്. ഇതൊന്നും ഇല്ലെങ്കിലും അർജന്റീന എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ഒരു വികാരമാണ്. 50,000 രൂപക്ക് വെറ്റി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. 50,000 രൂപക്ക് കാശ് പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് അർജന്റീനക്ക് വേണ്ടി എന്തും കൊടുക്കും. മക്കളെ രാവിലെ എത്തിയോ? കളി കാണാനെത്തിയോ? മെസ്സി കളിക്കുന്നില്ലെന്നൊക്കെ പറയുന്നത്. കുഴപ്പമുണ്ടോ? മെസ്സി ഇന്ന് കളിക്കുന്നില്ല എന്നാ പറയുന്നത്. ഏതായാലും വലിയ ആവേശത്തോടുകൂടി ഇവിടെ കാണികൾ കാത്തിരിക്കുകയാണ്. അർജന്റീന മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പവലിയൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. വലിയ ആവേശത്തോടുകൂടി കാണികൾ അതായത് മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാന മിനിറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. എന്തോ റൈറ്റ്, ഡാനി സൂചിപ്പിച്ചതുപോലെ ആകാംക്ഷയിൽ ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരാധകരുടെ ആ മുഖഭാവമൊക്കെ കാണാം, വ്യക്തമാവുന്നുണ്ട് എത്രമാത്രം മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ച് എന്നുള്ളത്. അവർ കാത്തിരിക്കുന്നു ഇന്നത്തെ മത്സരം, അത് എത്രമാത്രം അർജന്റീന കൊണ്ടുപോകുമെന്നുള്ളത്. ഇനി മത്സരം നടക്കുന്നത് USA-യിലെ അർലിംഗ്ടണിലാണ്. അർലിംഗ്ടൺ ആ സ്റ്റേഡിയത്തിന് മുന്നിലും അർജന്റീന ആരാധകർ നിറഞ്ഞു തുളുമ്പി എത്തിയിരുന്നു. ഒരുപാട് അർജന്റീന ആരാധകർ ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പതിവ് പോലെ ആ നീല വെള്ള ജേഴ്സിയിൽ അർജന്റീന ആരാധകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അർലിംഗ്ടൺ സ്റ്റേഡിയത്തിലേക്ക്. അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടി കാണാം. Terminó porque en el Maracaná la final con azúcar la bola de papá. Vamos, Argentina. ¡Oh, no le va a hacer fallar! അർജന്റീനയുടെ മത്സരം കാണാൻ വേണ്ടി അർലിംഗ്ടൺ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ആരാധകരാണ്. അതിനുള്ളിൽ എത്രയോ വലിയ ആവേശമാണെന്ന് നോക്കുക. എവിടെ നോക്കിയാലും അവിടെ ഇവിടെ ചില ജോർദൻ ആരാധകരെ കാണാം എന്നതിനേക്കാൾ ഉപരി അർജന്റീനയുടെ ജേഴ്സിയിൽ എത്തുന്ന ഒരു ആവേശം അത് തന്നെയാണ്. US-ൽ അർജന്റീനയ്ക്ക് ലയണൽ മെസ്സിക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. സ്വാഭാവികമായും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ, ഇത് വടക്ക് അമേരിക്കയിലാണ്.
അതിൻ്റെ സ്നേഹവും ഇതിഹാസത്തോടുള്ള ആദരവും ഒക്കെ അവിടെ ഉണ്ടാകും. ഇത് ജോർദാൻ ആരാധകരാണ്. അവിടെ ഇവിടെയൊക്കെ ജോർദാൻ ആരാധകരും അർജന്റീനയ്ക്കെതിരെ എത്തിയിരിക്കുന്നു. മത്സരത്തിൽ അവർ പ്രതീക്ഷയോടുകൂടിയാണ്. എന്തായാലും 7:30 അർലിംഗ്ടൺ സ്റ്റേഡിയത്തിൽ ദായി കാണുന്ന സ്റ്റേഡിയത്തിൽ ആ മത്സരം ആരംഭിക്കാൻ പോകുന്നത്. ടീം അംഗങ്ങൾ ആ സ്റ്റേഡിയത്തിനുള്ളിൽ റെഡിയാണ്. അല്പസമയത്തിനകം ദേശീയഗാനം മുഴങ്ങും, മത്സരം ആരംഭിക്കും. സ്റ്റേഡിയത്തിൽ ആവേശം വിതറും. ലയണൽ മെസ്സി ആദ്യ ലെവലിലില്ല. ലയണൽ സ്കലോണി ആദ്യം സൂചിപ്പിച്ചതുപോലെ 9 മാറ്റങ്ങൾ കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ ലെവലിൽ നിന്നും 9 മാറ്റങ്ങളുമായിട്ടാണ്, അടിപൊളി മാറ്റങ്ങളുമായിട്ടാണ് ലയണൽ സ്കലോണി ഇന്ന് ടീമിനെ ഇറക്കിയിരിക്കുന്നത്. അതും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം എത്രമാത്രം വിജയിക്കും, എത്രമാത്രം കരുത്തോടുകൂടി അർജന്റീന കൊണ്ടുപോകുമെന്നുള്ളതൊക്കെ അറിയണം. എന്താണെങ്കിലും ആദ്യ ലെവലിൽ അടിപൊളി മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ലൗതാരോ മാർട്ടിനസും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നവരിൽ ഈ ഇലവനിൽ കളിക്കുന്ന 2 പേർ, ലൗതാരോയും എമിലിയാനോയും മാത്രം. ലയണൽ മെസ്സിക്ക് വിശ്രമം നൽകി, അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് റോഡ്രിഗോ ഡി പോളിന് വിശ്രമം നൽകി, അങ്ങനെ എൻസോയ്ക്ക് വിശ്രമം നൽകുന്നു. അങ്ങനെ ഗ്രൂപ്പിലെ ആദ്യ 2 മത്സരങ്ങളും അതിഗംഭീരമായി ജയിച്ച അർജന്റീന അവസാന മത്സരത്തിൽ അത് മെസ്സി ഇല്ലാതെ, അവരുടെ സ്ഥിരം ലൈനപ്പ് ഇല്ലാതെ എങ്ങനെ കളിക്കുമെന്നുള്ളത് കാത്തിരിക്കാം. ഒരുപക്ഷെ ഒരു ബി ടീം എന്നൊക്കെ വിശേഷിപ്പിക്കാം അർജന്റീനയുടെ ബി ടീം. ഈ അർജന്റീനയുടെ ബി ടീമും എത്രമാത്രം മികവ് കാട്ടുമെന്നുള്ളതായിരിക്കും ആരാധകർ ആകാംക്ഷയുടെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. കൊച്ചിയിൽ, തിരുവനന്തപുരത്ത്, കോഴിക്കോട്, മലപ്പുറത്ത് എല്ലാവരും മലയാളി ഫുട്ബോൾ ആരാധകരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അർജന്റീന ജോർദാൻ മത്സരത്തിനായി. ഒരുപക്ഷെ ജോർദാൻ എന്ന ടീമിന് വലിയ വെല്ലുവിളിയൊന്നും ഉയർത്തുക സാധ്യമാണ് എന്ന് തോന്നുന്നില്ല അർജന്റീനയ്ക്കെതിരെ. പക്ഷേ അവസാന മത്സരമാണ്. 2 മത്സരവും നഷ്ടപ്പെട്ട ജോർദാന് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരെ കൂടുതൽ കരുത്തരാക്കുന്നതും ഭയരഹിതരാക്കി മാറ്റുന്നതും. ആ ഭയരാഹിത്യത്തിൽ നിന്ന് അവർക്ക് മുന്നേറാൻ കഴിയുമോ, അർജന്റീനയെ തകർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ ഗ്രൂപ്പിൽ ജെ ഗ്രൂപ്പിൽ അർജന്റീന തന്നെയാണ് 1ാം സ്ഥാനത്ത്. 2 മത്സരങ്ങളും ജയിച്ച് 6 പോയിന്റുമായി. തൊട്ടുപിന്നിൽ ഓസ്ട്രിയയാണ്. അൾജീരിയ മത്സരം ഇതിനിടയിൽ നടക്കുന്നു. ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി എത്താനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രിയയും അൾജീരിയയും. അതിൽ ആര് വിജയിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരുപക്ഷെ സമനിലയായാൽ 2 ടീമിനും 4 പോയിന്റ് വീതമാവും. അങ്ങനെ അർജന്റീനയ്ക്കൊപ്പം ചിലപ്പോൾ ഇവരിൽ 2 പേരും കൂടി നോക്കൌട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ അർജന്റീന ജോർദാൻ മത്സരം ആരംഭിക്കാൻ പോകുന്നു. അല്പസമയത്തിനകം അർലിംഗ്ടൺ സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് ആണ്. ലയണൽ മെസ്സി സൈഡ് ബെഞ്ചിലിരുന്ന്, സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലിരുന്നാണ് മത്സരം വീക്ഷിക്കാൻ പോകുന്നത്. ഉറപ്പായും 2ാം പകുതിയിൽ മെസ്സി ഇറങ്ങുമെന്നുള്ളതാണ് ആരാധകർക്ക് ലയണൽ സ്കലോണി നൽകിയിരിക്കുന്ന വാഗ്ദാനം. മാത്രമല്ല, ഒരു മത്സരത്തിൽ പൂർണ്ണമായും ലയണൽ മെസ്സിയെ അടക്കി ഒതുക്കി ഇരുത്തുക എന്നുള്ളത് അത് ശുഭകരമല്ല. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള ടച്ചിൽ, ഗംഭീരമായിട്ടുള്ള ഫോമിൽ നിൽക്കുന്ന ഒരു താരത്തെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ മാറ്റി നിർത്തുന്നത് അത് ആ പ്രകടനത്തെ തന്നെ ബാധിക്കും ഒരു മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വാമപ്പ് പോലെ, നോക്കൌട്ടിലേക്കുള്ള വാമപ്പ് പോലെയെങ്കിലും ലയണൽ മെസ്സി കളത്തിലേക്ക് എത്തും എന്ന് കരുതാം. അർജന്റീന ജോർദാൻ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് അർലിംഗ്ടൺ സ്റ്റേഡിയത്തിൽ. അല്പസമയത്തിനകം ഫുട്ബോൾ അവരുടെ പൂർണ്ണമാവുകയാണ്. മത്സരത്തിന്റെ ഫലം ഒക്കെ ഒരു 9 വരും. അപ്പോൾ നമ്മൾ വീണ്ടും ചേരും ഫുട്ബോളുമായി. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നമസ്കാരം. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും. സേ നോ ടു ഡ്രഗ്സ് എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. ചൂസ് ലൈഫ്. നമ്മൾ പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വന്നുഭവിക്കുന്ന അനന്തരഫലങ്ങൾ അയാളെയും അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ആകെ ഇല്ലാതാക്കുകയാണ്. ജീവിതമാകണം ലഹരി. അത് ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. അരുതരുതു മക്കളെ നിങ്ങളീ. അവിടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിന് ശേഷം കേരളത്തിൽ നടക്കും. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സിനിമ എപ്പോഴും സിനിമയാണ്. നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഒരേ വഴിയിലീരാവോണം ഒഴുകി നാം മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ.
ഞങ്ങളുടെ ലഹരി എന്താണെന്ന് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ലഹരി എന്നും ഞങ്ങളുടെ ആ ജോലി മാത്രമായിരുന്നു. ക്ലീശയും ക്രിഞ്ചുമൊക്കെയായി പോയ ഒരു പദപ്രയോഗമാണ് ഈ ആന്റി ഡ്രഗ്. ബ്ലിസ് പ്രസൻസ് ന്യൂസ് 18 കേരളം AD 2026 സമർപ്പിക്കുന്നത് ബ്ലിസ് ദി ഫെർട്ടിലിറ്റി സെന്റർ, co-powered by Reliance Industries Limited, jewelry partner Rajakumari Gold and Diamonds, special partner St. Xavier School of Nursing and Paramedical, Kurupandara, Kottayam, in association with Poppy, Xylem, KMCT. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പാക് അധിനിവേശ കാശ്മീർ അപ്പോൾ രാവിലെ തുടരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അവസാനമില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരാർ ഒപ്പിട്ടതിനു ശേഷം തുടർച്ചയായ 2 ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. ഇന്നും 10 സ്ഥലങ്ങളിലാണ് ഇറാനെ ആക്രമിച്ചത് അമേരിക്ക. 10 സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു മിസൈൽ ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം എന്ന് അമേരിക്ക വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് മാത്രമല്ല, ഇതിന് മറുപടി എന്നോണം ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണം രൂക്ഷമാക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ബഹ്റിനിൽ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് തങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്കും മറ്റും വന്നു കഴിഞ്ഞു. ശത്രുക്കൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകുമെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ സൈന്യം ജോലി തീർക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ ബാക്കി കാണില്ലെന്ന് ട്രംപും ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഈ കരാറുകൾ അത് വെറും കടലാസുകളായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കരാറുകൾ അനുസരിച്ച് പരസ്പരം ആക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ പൂർണ്ണ അർത്ഥത്തിൽ ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആക്രമണം ഇനിയും തുടരും, യുദ്ധം ഒരുപക്ഷെ പുനരാരംഭിച്ചേക്കാം. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇതിപ്പോൾ തുടർച്ചയായ 2ാം തവണയാണ്, 2ാം ദിവസമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് ഹോർമുസിലെ ഇറാന്റെ പ്രകോപനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പനാമയുമായി ബന്ധപ്പെട്ട ഒരു കപ്പലിൽ ഇത്തരമൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്നു. അമേരിക്ക വിടുന്നില്ല എന്നാണ് ട്രംപിന്റെ പുതിയ ചെയ്തിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ നിയന്ത്രണം അത് കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിംഗപ്പൂർ കപ്പൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം വീണ്ടും മേഖലയിലൂടെ ഇറാന്റെ നിർദ്ദേശം അനുസരിക്കാതെ യാത്ര ചെയ്ത ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് അമേരിക്ക ഇറാനിലേക്ക് തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കുമായി ചേർന്ന് കിടക്കുന്ന ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് നിലവിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. മൊത്തം 10 സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് US നടത്തിയ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങളാണ്. അതുപോലെ സിറിക്ക്, ബന്ദറി, ലംഗഹ്, അതുപോലെ ഖേഷൻ ദ്വീപ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. ഇറാന്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഡ്രോൺ നിർമ്മാണശാലകൾ എന്നിവയായിരുന്നു പ്രധാനമായിട്ടും US ലക്ഷ്യം വെച്ചത് എന്നാണ് വിവരം. ട്രംപിന്റെ ഒരു ഭീഷണി പോസ്റ്റിന് പിന്നാലെയാണ് ഈ ഒരു
ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് ഇറാൻ ഒരിക്കലും പാഠം പഠിക്കില്ല, ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ US-ന് യുക്തിരഹിതമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അമേരിക്കൻ സൈന്യം അവരുടെ ജോലി തുടരാൻ തീരുമാനിച്ചാൽ ഇറാൻ ഇനി ഒരിക്കലും ബാക്കി കണ്ടേക്കില്ല എന്നാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചത്. എന്തായാലും ഇറാനും വെറുതെ ഇരുന്നിട്ടില്ല. കഴിഞ്ഞ ദിവസത്തേന് സമാനമായി US-ന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാനും ആക്രമണം നടത്തി. പ്രധാനമായിട്ടും ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കുമായിരുന്നു ഇറാന്റെ ആക്രമണം. ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് മുൻപ് അതത് രാജ്യങ്ങൾ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തേക്കും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകും എന്നതാണ് IRGC പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമാണ് ബഹ്റൈന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. അത് അമേരിക്കയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ആയിരുന്നു. അന്ന് കടുത്ത ഭാഷയിൽ UAE അടക്കം ഇറാനെ വിമർശിച്ചതാണ്. ബഹ്റിന് പൂർണ്ണമായും പിന്തുണ UAE നൽകിയ പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ UAE-യുമായും ഗൾഫ് രാജ്യങ്ങളുമായൊക്കെ ഒരു നല്ല ബന്ധം സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ച് ഫണ്ടുമായൊക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഇറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ ആക്രമണം എന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള അസ്വസ്ഥതകൾ ഇറാൻ വിടുന്നില്ല എന്ന് വേണം കരുതാൻ. അജയ്, തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നിട്ടുള്ള ആക്രമണങ്ങളെ ഒമാൻ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഒരു നല്ല ബന്ധം പുലർത്താൻ വേണ്ടി ഇറാൻ ആഗ്രഹിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ കരാർ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഈ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയെല്ലാം ഇറാൻ ബന്ധപ്പെട്ട് അവരുമായിട്ടെല്ലാം ചില നയതന്ത്ര ചർച്ചകളെല്ലാം നടന്നിരുന്നു. പക്ഷേ US ആക്രമണങ്ങൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങളിലേക്കുള്ള US കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ നിർബന്ധിതരാകുന്നത്. എന്നാൽ ഈ മിസൈലുകളാണെങ്കിലും ഡ്രോൺ ആക്രമണമാണെങ്കിലും അവ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, പ്രത്യേകിച്ച് ഇവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതെല്ലാം സഹിക്കേണ്ടി വരുന്നത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് UAE അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ഈ ഇറാനെതിരെ ഒരു കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ 2ാം ഘട്ട ആക്രമണ സമയത്ത് UAE-യെ ഇറാൻ നിലവിൽ ലക്ഷ്യമാക്കിയിട്ടില്ല. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കുമാണ് 2 ആക്രമണങ്ങൾ നിലവിൽ നടന്നിട്ടുള്ളത്. നേരത്തെയും ആദ്യഘട്ടത്തിൽ ഈ കരാർ ചർച്ചകൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപേ ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും സമാനമായിട്ടുള്ള മിസൈൽ വർഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്നും ഒരു US ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പശ്ചിമേഷ്യയിൽ അസ്വസ്ഥതകൾ പുകയുന്നു എന്ന് തന്നെ വേണം കരുതാൻ. വെനസ്വേലയിലെ ഇരട്ട ഭൂചലനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ക്രമാനുഗതമായി ഉയരുകയാണ്. 1500 കടന്നു ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നുണ്ട്. 32,200 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 50,000-ലധികം പേരെ കാണില്ല എന്ന UN റിപ്പോർട്ട് ഏറെ നിർണായകമായി മാറുകയാണ്. ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങളില്ല, മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്, ഒപ്പം തുടർചലനങ്ങളുടെ ഭീഷണിയും രാജ്യത്തിലുണ്ട് എന്നുള്ളതാണ്. അജയ്, ഇപ്പോൾ തന്നെ ഈ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു രാജ്യമാണ്. നമുക്കറിയാം, മുന്നറിയിപ്പ് സംവിധാനമില്ല. ഇപ്പോൾ ആശുപത്രികളിൽ പ്രത്യേകിച്ച് സജ്ജീകരണങ്ങളൊന്നുമില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന ചെറുചലനങ്ങൾ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അങ്ങനെ ആകപ്പാടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വല്ലാത്ത ദുരിതത്തിലാണ് ആ രാജ്യത്ത്. രഞ്ജിത്ത്, വെനസ്വേലയിലുള്ള ആരോഗ്യ മേഖല അത് ഒന്നാകെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് ഒരു തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. കാരണം ഇതിന് മുൻപേ ഉള്ള ഭരണകൂടങ്ങളുടെ പിടിപ്പുകേട് കാരണം അവിടെയുള്ള ആരോഗ്യ മേഖല അത് നിരന്തരം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ വേണ്ട സൗകര്യങ്ങളില്ല. രോഗികളെ കൊണ്ട് നിറഞ്ഞത് കാരണം പല ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ പോലും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഓരോരുത്തർ അവരുടെ ഉറ്റവരെയും ഉടയവരെയും കൊണ്ട് രക്ഷാപ്രവർത്തകർക്കൊപ്പം ആശുപത്രികളിലെത്തി അവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ. ഇതെല്ലാം കാരണം മരണസംഖ്യ ഇപ്പോൾ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഇറാൻ ഇപ്പോൾ നിലവിൽ വെനസ്വേല ഭരണകൂടം പുറത്തുവിട്ടിട്ടുള്ള വിവരമനുസരിച്ച് മരണസംഖ്യ നിലവിൽ 1430 ആയിട്ടുണ്ട്. മൊത്തം 3200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3100 പേർ നിലവിൽ ഇതുവരെയുള്ള കണക്ക് വെച്ച് ഭവനരഹിതരായിട്ടുണ്ട് എന്നാണ് വിവരം. UN പുറത്തുവിട്ടിട്ടുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 50,000-ലധികം പേരെ ഇതുവരെ കാണാനില്ല. മൊത്തത്തിൽ $6.7 ബില്യൺ നഷ്ടമാണ് വെനസ്വേലയിൽ ഈ ഇരട്ട ഭൂചലനം കാരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ കെട്ടിട അവശിഷ്ടങ്ങളൊന്നും തന്നെ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളുടെ 1600-ലധികം രക്ഷാപ്രവർത്തകർ വെനസ്വേലയിൽ തുടരുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തകർ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കാനൊക്കെ അവിടെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവിടെയുള്ള പല വിമാനത്താവള
വിമാനത്താവളങ്ങളുടെ റൺവേകൾ ഓപ്പൺ അല്ല. ഇപ്പോൾ തലസ്ഥാന നഗരമായിട്ടുള്ള കാരക്കാസിലുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൻ്റെ റൺവേ വരെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും പ്രവർത്തന സജ്ജമായിട്ടുണ്ട് എന്നാണ് US അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്ന വിവരം. അതോടെ കൂടുതൽ സാമഗ്രികൾ രാജ്യത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കൂടുതൽ സാമഗ്രികൾ എത്തിച്ചാൽ മാത്രമേ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് കൂടുതൽ പേരെ കണ്ടെത്താനാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ വീണ്ടും ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. ഈ തുടർചലനങ്ങൾ ഉൾപ്പെടെ ഈ 2 ഇരട്ട ഭൂചലനങ്ങൾ ബാധിച്ചത് കാരക്കാസ്, അതുപോലെ തീരപ്രദേശ മേഖലയായിട്ടുള്ള ലാ ഗ്വൈറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെയാണ്. ഇവിടെ എല്ലാം വളരെയധികം ജനസാന്ദ്രതയുണ്ടായിരുന്ന പ്രദേശങ്ങളായതിനാൽ കടുത്ത രീതിയിലുള്ള ഒരു മരണസംഖ്യ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദുമായിട്ട് ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ട്. ഈ ദുരിതാശ്വാസ സാമഗ്രികളും മറ്റ് മരുന്നുകളും ഉൾപ്പെടെ ഇന്ത്യ അയച്ചു നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഇപ്പോഴും മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്ക ഇനിയും തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരി അജയ്. മറ്റൊരു വാർത്തയിലേക്ക്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ ചട്ടഭേദഗതിക്കെതിരെ കത്തോലിക്ക സഭയുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്നാണ്. ഇന്ന് കത്തോലിക്ക സഭയുടെ പള്ളികളിൽ പ്രാർത്ഥനാ യോഗം നടത്തും. രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കത്തോലിക്ക സഭ കുറ്റപ്പെടുത്തുന്നു. VM സുധീരന്റെ ഉൾപ്പെടെ എതിർപ്പുകൾ അവഗണിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഘടന ധനബില്ലിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി VD സതീശൻ. ഇതുൾപ്പെടെയുള്ള പുതിയ ധനബില്ലിന്റെ കരടിന്റെ വിജ്ഞാപനമിറക്കി. നികുതി നിർദ്ദേശം ധനബില്ലിൽ ഉൾപ്പെടുത്തരുതെന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടിരുന്നു. മുന്നണിയിലും പാർട്ടിയിലും തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് നികുതി നിർദ്ദേശത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർണായക നീക്കം. ബില്ല് 1-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കും. ധനബിൽ പാസ്സായാലും എക്സൈസ് വകുപ്പിന്റെ അനുമതിയില്ലാതെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. AICCക്ക് ഇത് അനുസരിച്ച് സന്നദ്ധത അറിയിച്ച് കത്തയച്ചതായി ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. UDF അധികാരത്തിലെത്തിയെങ്കിലും സംസ്ഥാനത്ത് പാർട്ടി നിലവിലില്ലാത്ത അവസ്ഥയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളോ ജാതി സമവാക്യങ്ങളോ നോക്കി പ്രസിഡന്റിനെ തീരുമാനിക്കരുതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മതനയത്തിലും PM ശ്രീ വിഷയത്തിലും UDF കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂവെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഒരു സർക്കാരിനെ വിലയിരുത്താനായിട്ടില്ല, ഒരു മാസമായതേ ഉള്ളൂ. പക്ഷേ വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. VD സതീശൻ മദ്യനയമാണ് ഏറ്റവും കൂടുതൽ നിയമസഭയിലും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാണ് ഈ മദ്യനയത്തെ അങ്ങ് കാണുന്നത്? അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ക്ലാരിറ്റിയോടുകൂടി നിയമസഭയ്ക്കകത്ത് അദ്ദേഹം ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു സംശയമില്ല. കാരണം ആശങ്കാകുലരായിട്ട് പല അഭിപ്രായങ്ങളും പങ്കുവച്ചു. തലശ്ശേരി അതിരൂപത ബിഷപ്പ് പ്ലാമ്പാനി പിതാവ്, അതുപോലെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം നിരവധി ആളുകൾ ആശങ്ക രേഖപ്പെടുത്തി. പിന്നെ അവർ സംസ്ഥാന ഗവൺമെൻറ്റിന് കലവറയില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിന് പാർട്ടി ചർച്ച ചെയ്യും, മുന്നണി ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഇത് വേണ്ട എന്നാണ് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ വെച്ചത് അവസാനിപ്പിക്കും. കാരണം അതിനകത്ത് പുള്ളിക്ക് യാതൊരു വിധമായ വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല എന്നാണ് അത് ബോധ്യപ്പെടുന്നത്. ഈ LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം ഉന്നയിച്ചാണ് ഈ PM ശ്രീ വിവാദത്തിൽ. ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അത് ശരിക്കും വേണ്ടുന്നതാണോ? അത് അങ്ങ് അതിൽ പിന്തുണ നൽകുന്നുണ്ട്? ഇപ്പോൾ UDF ഒരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ടുണ്ട്. ആ ഉന്നതാധികാര സമിതി ഇതിൻ്റെ സമഗ്ര വശങ്ങളും പരിശോധിച്ച് ശേഷം മാത്രമേ PM ശ്രീയായി മുന്നോട്ട് പോവുകയുള്ളൂ. ആ PM ശ്രീയെക്കുറിച്ച് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമൊക്കെ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടല്ലാതെ ഒരു തീരുമാനം ഈ ഗവൺമെൻറ് എടുക്കില്ല. അങ്ങക്ക് എന്തുകൊണ്ടൊരു KPCC പ്രസിഡന്റ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ സജീവമായി അങ്ങ് പ്രവർത്തിച്ചതാണ് എല്ലാ ജില്ലകളിലും, അങ്ങനെ ഒരു സ്ഥാനം ഇപ്പോൾ ജോസഫ് വാഴക്കൻ പോലുള്ള ഒരുപാട് ആൾക്കാർ അവകാശവാദം ഉന്നയിച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഉണ്ണിത്താൻ അങ്ങനെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്? ഇപ്പോൾ ഭരണം ആരംഭിച്ചു, UDF അധികാരത്തിൽ വന്നു, നമ്മുടെ ഭരണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പാർട്ടി നിലവിലില്ല. കാരണം പാർട്ടിയുടെ പ്രസിഡന്റ് വിദ്യുച്ഛക്തി മന്ത്രിയായി, വർക്കിംഗ് പ്രസിഡന്റുമാർ 2 പേര് മന്ത്രിമാരായി. ശ്രീ അനിൽകുമാർ റവന്യൂ വകുപ്പായി, അതുപോലെ വിഷ്ണുനാഥ് ടൂറിസം വകുപ്പായി. സത്യത്തിൽ ഫലത്തിൽ ഇപ്പോൾ KPCC നിലവിലില്ല. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ പാർട്ടി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടിയന്തരമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു നേതൃത്വം ഉണ്ടാകണം. നേതൃത്വം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കിയിട്ട് ഇനി ഭാരവാഹികളെ നിശ്ചയിക്കാൻ ഉള്ള കാലം കഴിഞ്ഞു. 2, ജാതി സമവാക്യങ്ങൾ നോക്കിയാണ്. ഈ ജാതി സമവാക്യങ്ങൾ നോക്കി KPC പ്രസിഡന്റ് തീരുമാനിച്ച് പാർട്ടി ഒരു വഴിക്കായി. യോഗ്യതയാണ് മാനദണ്ഡം. കേരളത്തിലെ 14 ജില്ലകളിലെ കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന, കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന, അതുപോലെ 1000-ഓളം വരുന്ന മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും നേരിട്ടറിയാവുന്ന ഒരു നേതാവ് KPCC പ്രസിഡന്റ് ആകുന്നില്ലെങ്കിൽ ഒന്ന് ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയണം, അല്ലെങ്കിൽ സംസാരിച്ചത് ബൈജുവിനോടാണ് സംസാരിച്ചത്. 4 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭയിലെ നിർണായക കൗൺസിൽ യോഗം നാളെ. സുഗതൻ വിവാദത്തിൽ തുടങ്ങി നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് വരെ മുന്നണികൾ കടന്നതിന് പിന്നാലെയാണ് നാളെ കൗൺസിൽ യോഗം. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ LDF-ൽ തത്വത്തിൽ ധാരണയായതായാണ് സൂചന. നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാകും നാളത്തെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം വേദിയാകുക. അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് UDF കൗൺസിലർമാർ. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട കൂടിയാലോചനകളും UDF നേതൃത്വം DCC ഭാരവാഹികളുമായി ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 34 അംഗങ്ങൾ ഒപ്പിട്ടാൽ മാത്രമേ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കഴിയുകയുള്ളൂ. അതിൽ LDF-ന്റെ സംസ്ഥാന സമിതിയായിരിക്കും, CPF സംസ്ഥാന സമിതിയായിരിക്കും LDF കൗൺസിലർമാർക്ക് അത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു അനുവാദം നൽകുക. അത്തരത്തിലൊരു അനുവാദം നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF കൗൺസിലർമാരുമുള്ളത്. അങ്ങനെയെങ്കിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന അസാധാരണമായൊരു സാഹചര്യം നഗരസഭയിലുണ്ടാകും. അവിടെയാണ് സുഗതന്റെ അസാന്നിധ്യം BJPക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സ്വതന്ത്ര അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്കൊപ്പം നിൽക്കും എന്ന് ഔദ്യോഗികമായി BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം ചേർക്കാനുള്ള നീക്കം UDF-ഉം LDF-ഉം ഒരേപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ പശ്ചാത്തലത്തിലാണ് സുഗതനെ എത്രയും പെട്ടെന്ന് പുനർസത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കം BJP നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസം ഹൈക്കോടതിയെ BJP നേതൃത്വം സമീപിക്കും. അതോടൊപ്പം സുഗതന്റെ അഡ്വക്കേറ്റും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ആ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP കേന്ദ്രങ്ങളിലുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയമായി ആയുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ LDF-ഉം UDF-ഉം ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാളെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് UDF ക്യാമ്പ് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ ശക്തമായ മഴയ്ക്കു സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉണ്ട്. റോഡരികിലെ നടപ്പാതകൾ കാൽനടയാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവ. ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തി. ന്യൂസ് 18 അന്വേഷിക്കുകയാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ. പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കണ്ടേ. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കാൽനട യാത്രക്കാരുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമാണ്. ഹൈക്കോടതിയുടെ കർശന ഉത്തരവുണ്ടായിട്ടും നഗരത്തിലെ ഫുട്പാത്തുകൾ ഇപ്പോഴും വ്യാപാര സ്ഥാപനങ്ങളും വഴിയോര കച്ചവടക്കാരും കൈയടക്കിയിരിക്കുകയാണ്. ആ കാഴ്ചകൾ ഒന്ന് കാണാം. കാൽനടയാത്രക്കാർക്കായി നിർമ്മിച്ച ഫുട്പാത്ത്. എന്നാൽ ഇന്ന് തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളായ സ്റ്റാച്യു, ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂർ, മെഡിക്കൽ കോളേജ്, മരപ്പാലം ഭാഗങ്ങളിലെ ഫുട്പാത്തുകൾ കച്ചവടക്കാരുടെ പ്രദർശനവേദിയായി മാറിയിരിക്കുകയാണ്. വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, ഗൃഹോപകരണങ്ങൾ, പരസ്യ ബോർഡുകൾ, ഇങ്ങനെ ഫുട്പാത്തിന്റെ വലിയൊരു ഭാഗം കയ്യേറിയതോടെ കാൽനടയാത്രക്കാർക്ക് റോട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. നടക്കാനൊരു ഈ ഇത്രയും കച്ചവടക്കാരെ കാണുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അവരിങ്ങനെ ശല്യം പോലെ തോന്നാറുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. രണ്ടുപേർക്കും ഇങ്ങനെ നടക്കാനൊന്നും പറ്റൂല.
ഏറ്റവും കൂടെ വീതിയൊക്കെ കൂടെ വേണമായിരുന്നു. കടകളൊക്കെ ഇരിക്കണം ബുദ്ധിമുട്ട് തന്നെ. അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഇപ്പത്തോട്ട് മാറുമ്പോൾ നമ്മളെ കടയിൽ തട്ടും. അപ്പം അവർ വഴക്ക് പറയും, നോക്കി പോകാൻ പറയും. റോഡിലൂടെയാണ് നടക്കുന്നത്. അപ്പം വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയല്ലേ. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കയ്യേറ്റങ്ങൾ വർഷങ്ങളായി തുടരുകയാണ്. ഫുട്പാത്തുകൾ കയ്യേറി ഹോട്ടലുകളുടെ മുൻപിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പതിവ് കാഴ്ചയായി. ഫുട്പാത്ത് കയ്യേറ്റം അവസാനിപ്പിക്കണമെന്ന് ആവശ്യത്തിനൊപ്പം ബദൽ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണമെന്നും വഴിയോര കച്ചവടക്കാർ പറയുന്നു. നമുക്ക് എന്തെങ്കിലും സൗകര്യമുള്ള സ്ഥലം കിട്ടാതെ നമ്മൾ മാറ്റിയിരുന്നൊരു കാര്യമല്ല. ഒന്നിലും മാർക്കറ്റ് സൗകര്യം, ബിസിനസ് മേഖല എല്ലാ സ്ഥലത്തും കൊണ്ടിട്ടിട്ട് കാര്യമല്ല. നമുക്ക് ഇതിനെ കൊണ്ട് മൈതാനത്തിനകത്ത് ഓടിച്ച് ആരും വരില്ല. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു കടമുറിയിൽ തന്ന ബിസിനസ് മേഖലയുള്ള കടമുറിയിൽ തന്ന നമ്മളവിടെ പോയിരിക്കുക. അല്ല, വഴിയോര കച്ചവടമാണ് ലോകം മൊത്തം ഉള്ള വഴിയോര കച്ചവടമാണ്. അല്ല, കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, ലോകം മൊത്തം ഉണ്ട്. അതിനുള്ള സജ്ജീകരണം സർക്കാർ ചെയ്യുക, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടു തന്നിട്ടൊന്നും വലിയ കാര്യമില്ല. വഴിയോര കച്ചവടക്കാർ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഇതുപോലെ നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടം നിയമവിരുദ്ധമാണ്. സർക്കാർ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തി നൽകണം. നടപ്പാതകൾ കാൽനട യാത്രക്കാർക്കുള്ളത് മാത്രമാകണം. ക്യാമറാമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സുരക്ഷിതമായ നടപ്പാതയിലൂടെ നടക്കുക എന്നത് മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുമ്പോഴും പ്ലാനിൽ പോലും നടപ്പാത എന്ന സങ്കല്പമില്ലാത്ത ഒരു പാലമുണ്ട് കൊച്ചിയിൽ, പേട്ട പാലം. കൊച്ചി കോർപ്പറേഷനെയും തൃപ്പൂണിത്തുറ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ റോഡുകളിലും നടപ്പാത ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപ്പാത ഉറപ്പായും വേണം. അത് മൗലിക അവകാശമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ പലയിടങ്ങളിലും റോഡുകളിൽ നടപ്പാതകളില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ റോഡ് ഇതെന്ന് പറയുന്നത് പേട്ട പാലമാണ്. ഇതൊരു നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നത്. തൃപ്പൂണിത്തുറയും കൊച്ചി കോർപ്പറേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. എന്തുകൊണ്ടാണ് ഈ പാലം പണിതപ്പോൾ അതിലേക്ക് ഒരു പക്ഷേ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് പഴയ ഒരു പാലമാണ്. നമുക്ക് വാഹനങ്ങൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുമാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. പക്ഷേ ഇതിലൂടെയും ഒരു യാത്രക്കാരന് നടന്നു വരാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ഇത്ര അധികം കൺജസ്റ്റഡായ അല്ലെങ്കിൽ എപ്പോഴും ഇത്തരം തിങ്ങി നിറഞ്ഞു വാഹനങ്ങൾ വരുന്ന ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു, അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു വശത്തേക്ക് പോകുമ്പോൾ അത് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള ഇടവും മറ്റൊരു വശത്തേക്ക് മിൽമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടവുമാണ്. അത്തരത്തിൽ ഇതിൻ്റെ വീതി കൂട്ടി അത്തരത്തിൽ നടപ്പാതകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ബാക്കിയാവുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്നിരുന്നാലും എറണാകുളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ നടപ്പാതകൾ ഇല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം പരിഗണിച്ച് വേണം റോഡുകൾ, അതായത് രാജ്യത്തെ എല്ലാ റോഡുകൾക്കും നടപ്പാത ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് എന്ത് പറയുന്നു? അത് വേണമെന്ന് നിർബന്ധമോ എന്നുവെച്ചാൽ നടപ്പാത വേണമെന്ന് മാത്രമല്ല, നടപ്പാതയിൽ ഒരു കൈവരിന് വേണം. ഈ പാലത്തിൽ നടപ്പാത ഇല്ലാതായിട്ട് ഒരുപാട് കാലമായാലും, ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ വെറുതെ പാലം നോക്കാം. പിന്നെ മറ്റേ ചോയ്സ് ഉള്ളതുകൊണ്ട് ചോയ്സുകാർക്ക് വേണ്ടിയുള്ള പാലമോ നടപ്പാത വേണമെന്നാ പറയണത്. വേണം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടതാണ്. നടപ്പാത അത്യാവശ്യമാണ് ഇവിടെ, അതിന് സംശയമൊന്നുമില്ല. അതെ, വീതി കുറവാണ്. ഇതിന് എന്താ പ്രോബ്ലം എന്നറിയില്ല, എന്ത് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്നറിയില്ല. പകുതിക്ക് വെച്ച് അങ്ങോട്ട് നടപ്പാതയുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു സ്റ്റെയർ കേസിൽ കൊടുത്തത്, പക്ഷേ ഇത് അടഞ്ഞു കിടക്കുകയാണ്. മുൻപ് പാലം നിർമ്മിക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളെ, വ്യക്തിയുടെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. അതല്ലെങ്കിൽ അതിന് അത്തരം സഹായങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആരോപണങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലും ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. പെഡസ്ട്രിയൻ ഇടം വേണം, അത്തരത്തിൽ നടപ്പാതകൾ വേണം. നാട്ടുകാർക്ക്, അതായത് റോഡിൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതും പ്രാധാന്യം നൽകേണ്ടതും കാൽനട യാത്രക്കാർക്കാണ് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ആ നിർദ്ദേശം പാലിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ നിർദ്ദേശം പാലിക്കാൻ ശക്തമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം വലിയ വൈതരണികളാണ് കേന്ദ്ര സർക്കാർ ആയാലും
സംസ്ഥാന സർക്കാരായാലും നേരിടേണ്ടി വരിക. ഏത് വശത്തേക്ക് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ ഈ പാലത്തിൽ തന്നെ നടപ്പാതെ ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ വീതി കുറഞ്ഞു പോവുകയും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഭയങ്കര തിങ്ങി നിറഞ്ഞ്, അതായത് നമ്മൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ വാഹനങ്ങൾ ഇങ്ങനെ മുട്ടിയില്ല എന്നുള്ള തരത്തിലേക്കാണ് അത് പോകുന്നത്. അത്രയും കൺജസ്റ്റഡായ റോഡാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷേ ഈ നടപ്പാതെ ഇല്ലാത്ത എന്ന് പറയുന്ന പല ഇടങ്ങളും പല സ്ഥലങ്ങളും റോഡുകളും ഒക്കെ ഇത്തരത്തിൽ ഇടുങ്ങിയ വഴികളാണ്. അവിടെ വീണ്ടും നടപ്പാതെ കൂടി വരുമ്പോൾ അതിൻ്റെ വീതി ഈ പറയുന്നതിൽ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ അതിൻ്റെ വീതി കുറഞ്ഞു പോകും. അപ്പോൾ വീണ്ടും സ്ഥലമേറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണം. അങ്ങനെ അതായത് നടപ്പാത ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി മുന്നോട്ട് നിർദ്ദേശിക്കുമ്പോഴും ഉത്തരവിടുമ്പോഴും അത് നിർദ്ദേശം പാലിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ ആപ്റ്റിറ്റ്യൂഡ് സ്കോളർഷിപ്പ് എക്സാം ഇന്ന് രാവിലെ 10 മുതൽ 12 വരെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കും. രാവിലെ 9:30-ാണ് റിപ്പോർട്ടിംഗ് സമയം. നീറ്റ്, ജി റിപ്പീറ്റർ, റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷയാണ് സംഘടിപ്പിക്കുന്നത്. മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% വരെ സ്കോളർഷിപ്പ് നേടാനുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം. ജൂലൈ 1 മുതൽ വിവിധ പുതിയ ബാച്ചുകൾ ആരംഭിക്കും. നമുക്കിനി ന്യൂസ് 8-ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശികളായ ശരത്ത് ഷാബിക ദമ്പതികളുടെ മകൾ നക്ഷത്രയുടെ 7ാം ജന്മദിനമാണെന്ന് ആശംസ നേരുന്നത് അനിയൻ ഹൃദിക്ക്, കൂട്ടുകാരായ പപ്പൂസ്, അക്കു, ചിക്കു, ദിയ, സയാൻ, നസ്രത്ത്, ഒപ്പം ഹോം സ്കൂളിലെ ടീച്ചേഴ്സ്, കൂട്ടുകാരും. മുണ്ടക്കയം മടുക്ക സ്വദേശി ആരുഷിന്റെ 5ാം ജന്മദിനമാണെന്ന് ആശംസ നേരുന്നത് അച്ഛൻ രതീഷും അമ്മ അങ്കിതയും. തിരുവനന്തപുരത്ത് നിന്നുള്ള ഡോക്ടർ അശ്വതി ബാലന്റെയും പ്രവീണിന്റെയും മകൻ റിഹാന്റെ 3ാം ജന്മദിനമാണെന്ന് റിഹാന് എല്ലാ ആശംസകളും. അമ്മയ്ക്കും 2 മക്കൾക്കും ഒരേ ദിവസം ജന്മദിനം എന്ന കൗതുകമാണ്. തിരുവനന്തപുരം ചാരുവിളയിൽ നിന്നുള്ള കാർത്തികയുടെ ജന്മദിനവും മക്കളായ ഋതികേഷിന്റെയും രുദ്രാൻഷിന്റെയും 1ാം ജന്മദിനമാണ്. ആശംസകളുമായി അച്ഛൻ ശരത്ത്. ഏതായാലും ഈ അപൂർവ ദിവസം, ഈ പ്രധാനപ്പെട്ട ദിവസം, സന്തോഷകരമായ ദിവസം ആഘോഷിക്കട്ടെ മൂവരും. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.